ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. NCERT പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്കൊന്ന് നോക്കാം. The storage battery of a car has an EMF of 12 volt. If the internal resistance of the battery is 0.4 ohm, what is the maximum current that can be drawn from the battery? Okay, ബാറ്ററിയിൽ നിന്ന് നമുക്ക് മാക്സിമം എടുക്കാവുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഒരു സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. അതിന്റെ ആ സ്റ്റോറേജ് ബാറ്ററിയുടെ എന്ത് വരുന്നുണ്ട്, EMF എന്ന് പറയുന്നത് എത്രയാണ്? 12 വോൾട്ട് ആണ്. അപ്പൊ ബാറ്ററിയുടെ EMF എത്രയാണ്? 12 വോൾട്ട്. ഇനി അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റേണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.4 ഓം ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് വി ക്യാൻ ഡ്രോൺ ഫ്രം ദിസ് ബാറ്ററി? ഈ ബാറ്ററിയിൽ നിന്ന് മാക്സിമം എത്ര കറണ്ട് എടുക്കാനായിട്ട് പറ്റും? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? EMF E is equal to എങ്ങനെ എഴുതാൻ പറ്റും? 12 വോൾട്ട് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r is equal to എത്ര വരും? 0.4 ഓം എന്ന് തന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസോ ടെർമിനൽസോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ടുള്ളത് തന്നെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ ആ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ഡിവൈഡഡ് ബൈ അല്ലെ, EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ കറണ്ട് I is equal to EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ എന്ത് വരും? 12 ഡിവൈഡ് ബൈ 0.4. ഓക്കെ, നമുക്ക് എന്തെടുക്കാം? പോയിന്റ് പ്ലേസ് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ 120 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. 120 ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 30 അല്ലെ, 30 ആംപിയർ. അപ്പൊ മാക്സിമം കറന്റ് ഡ്രോൺ ഫ്രം ദ ബാറ്ററി ഈസ് ഈക്വൽ ടു എത്ര വരും? 30 ആംപിയർ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, our second question is a battery of EMF 10 volt and internal resistance of 3 ohm is connected to a resistor. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ EMF തന്നിട്ടുണ്ട് അല്ലെ. EMF എത്രയായിട്ടാ തന്നിരിക്കുന്നത്? 10 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 10 വോൾട്ട്. അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം എന്നും തന്നിട്ടുണ്ട്. is connected to a resistor. അപ്പൊ ഇത് എങ്ങോട്ടാ കണക്ട് ചെയ്തിരിക്കുന്ന? ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റർ. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ? നമുക്ക് കാണേണ്ടത് റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ ആണ്. ഓക്കെ, അതിന് മുമ്പ് ഇഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് 0.5 ആംപിയർ, ഈ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് എത്രയായിരുന്നു? 0.5 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്? ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യനും നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കണം, അതുപോലെ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, ബാറ്ററിയുടെ ഇക്വേഷൻ ഏതായിരുന്നു? V is equal to E minus IR എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ആ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, എക്സ്റ്റേണൽ റെസിസ്റ്റർ. എക്സ്റ്റേണൽ റെസിസ്റ്റർ എവിടെയാ വരിക? ഈ വിയിലാണ്. വോൾട്ടേജ് അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR. അതിനെയാണ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ V is equal to E minus I into small r. ഓക്കെ, അപ്പൊ നോക്കാം. E എത്രയാണ്? 10 വോൾട്ട് മൈനസ് I എന്ന് പറയുന്ന 0.5 ഇൻറ്റു സ്മോൾ r. സ്മോൾ r എത്രയാണ്? 3 ഓം തന്നിട്ടുണ്ട്. അപ്പൊ 10 മൈനസ് 0.5 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1.5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര നമുക്ക് ഇവിടെ നിന്ന് കിട്ടാം? 10 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9. അപ്പൊ ഇവിടെ എത്രയാ വരിക? 8.5. 8.5 വോൾട്ട് ആണ് നമ്മുടെ എന്തെന്ന് പറയാ? ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ്. ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ എന്തുവരും? റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ടെർമിനലും ഈ നെഗറ്റീവ് ടെർമിനലും എക്രോസ് ആയിട്ട് ഇവിടെ വരുന്ന എന്താണ്
അല്ലെ, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടി 8.5 വോൾട്ട്. എന്താ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ? നമുക്കറിയാം V is equal to എന്താണ്, I into R അക്കോർഡിംഗ് ടു ഓംസ് ലോ ആണല്ലോ. V വാല്യൂ നമുക്കറിയാം, I വാല്യൂ നമുക്കറിയാം, അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെ. V യുടെ വാല്യൂ എത്രയായിരുന്നു? V is equal to ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 8.5 ഈക്വൽ ടു I എന്ന് പറയുന്ന കറണ്ട് 0.5 into resistance capital R. അപ്പൊ resistance R is equal to 8.5 divided by 0.5. എത്ര വരും? 85 divided by 5 എന്ന് വരും അല്ലെ. 85 divided by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിട്ടാ വരിക? 5 8ലേക്ക് 1 ടൈം കട്ടായി പോയി. ബാക്കി ഇനി എത്ര വരിക? 3 റിമൈൻഡർ ഉണ്ട് അല്ലെ, 3 ശിഷ്ടം ഉണ്ട്. അപ്പൊ 35 എന്ന് പറയുമ്പോ എത്രയായിട്ട് വരും? 7 5 35. അപ്പൊ എത്രയായിട്ട് വരും? 17 എന്ന് വരും. അപ്പൊ എന്തായിട്ട് വരാം? 17 ഓം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഓക്കെ, ചോദിക്കാറുള്ളതാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ. V is equal to E minus I തിയറി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കാം. ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V എന്ന് പറയുന്നത്, E എന്ന് പറയുന്ന EMF. ബാക്കി കാര്യങ്ങൾ അറിയാലോ. ഓക്കെ, our third question. 3 resistors 1 ohm, 2 ohm and 3 ohm are connected in series. What is the total resistance of the combination? അല്ലെ, ഇപ്പൊ 3 റെസിസ്റ്റേഴ്സും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആണ് അല്ലെ. 1 ohm, 2 ohm and 3 ohm are connected in series. ഇത് ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, 12 വോൾട്ട് വോൾട്ടേജ് സോഴ്സിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. What is the total resistance of this combination? സീരീസ് കോമ്പിനേഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Effective resistance in series combination is equal to R1 plus R2 plus R3. That is equal to 1 ohm plus 2 ohm plus 3 ohm. Equal to എത്ര വന്നു? 6 ohm. അപ്പോൾ effective resistance in series combination R1 plus R2 plus R3 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 ohm ആണ് നമ്മുടെ എന്തെന്ന് പറയാ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന if the combination is connected to a battery of 12 volt and negligible internal resistance, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് ഇന്റർണൽ റെസിസ്റ്റൻസ് ഇല്ല എന്നാണ് പറയുന്നത്. obtain the potential drop across each resistor. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ കറണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to I into R അല്ലെ. അപ്പൊ V എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. That is equal to I into ഇവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് RS. അപ്പൊ എത്ര വരും? 6. അപ്പൊ I is equal to നമുക്ക് എങ്ങനെ എഴുതാം? 12 divided by 6. 12 by 6 is equal to എത്ര വരും? 2 ആംപിയർ. അപ്പൊ ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് is equal to എത്ര കിട്ടി? 2 ആംപിയർ. ഓക്കെ, അപ്പൊ ഒരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് അതിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ എത്രയാണ്, ആ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി നമുക്കറിയാം when 2 ampere current flows through 1 ohm resistor, what about the voltage drop? അല്ലെ, ഓംസ് ലോ വെച്ചിട്ട് ഫസ്റ്റ് കേസ് നമുക്ക് എങ്ങനെ പറയാം? അല്ലെ, V is equal to I into R1. ആദ്യത്തെ റെസിസ്റ്ററിന്റെ കേസ്. അപ്പൊ എത്രയാ വരിക? 2 into R1 നമുക്ക് 1 ohm എന്ന് കൊടുക്കാം. that is equal to എത്ര വരും? 2. ഓക്കെ, അപ്പൊ 2 വോൾട്ട് ആണ് നമ്മുടെ എന്തെന്ന് പറയാ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 1 ohm റെസിസ്റ്റർ അല്ലെ. ഈ ഇതിനോട് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? 2 വോൾട്ട്. ഓക്കെ, ഇനി നമ്മൾ സെയിം തന്നെ ഈ ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ 2 ആംപിയർ കറണ്ട് 2 ഓം റെസിസ്റ്ററിലൂടെ പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിട്ടാ വരിക? സെക്കൻഡ് എന്ത് വരും? V is equal to I into R2 അല്ലെ? ഇപ്പൊ 2 ആംപിയർ കറണ്ട് ആണ് ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഓം ആണ്. അപ്പൊ 2 into 2 is equal to 4 വോൾട്ട്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ വോൾട്ടേജ് അല്ലെ 2 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്ര വരും? 4 വോൾട്ട്. ഇനി 3 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? 3 ഓം അല്ലെ 3 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് V is equal to I into R തന്നെയാണ് യൂസ് ചെയ്യുക. ഐയുടെ വാല്യൂ 2 ആംപിയർ ആണ് ഇൻറ്റു റെസിസ്റ്റൻസ് എത്ര വരും? 3 is equal to 6 വോൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നെണ്ണത്തിനും ആൻസർ കിട്ടി. ഒബ്റ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ എത്ര വന്നു? 6 വോൾട്ട്. അപ്പൊ ഇനി എന്ത് വരും? 6 വോൾട്ട് പ്ലസ് 4 വോൾട്ട് പ്ലസ് 2 വോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 12 വോൾട്ട്. അപ്പൊ 12 വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് 3 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു പോയി അല്ലെ? ഇൻ സീരീസ് കോമ്പിനേഷൻ കറന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നോണം. Fourth question is 3 resistors 3 ohm 4 ohm and 5 ohm are connected in parallel. Okay, 3 resistors തന്നിട്ടുണ്ട്. ഈ 3 റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ മാനറിലാണ് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ 3 ohm 4 ohm and 5 ohm are connected in parallel manner. 3 ohm 4 ohm and 5 ohm are connected in parallel. Okay, what is the total resistance of the combination? അപ്പോൾ effective resistance in parallel manner എങ്ങനെയായിരുന്നു നമ്മുടെ equation? 1 by Rp is equal to 1 by R1 plus 1 by R2 plus 1 by R3. Okay, 3 resistors ഉണ്ട് അല്ലെ? അപ്പോൾ 1 by 3 plus 1 by 4 plus 1 by 5. Okay, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഡിനോമിനേറ്റർ എടുക്കാം അല്ലെ? 5 into 4 20, 20 into 3 is equal to 60. അപ്പൊ ഞാൻ കോമൺ ഡിനോമിനേറ്റർ എന്തായിട്ട് എടുത്തു? 60 ആയിട്ട് എടുത്തു അല്ലെ? 1 by 3 into 60 എത്ര ടൈംസ് വരും? 20 plus 1 by 4 into 60. 1 by 4 into 60 എന്ന് പറയുമ്പോഴത്തേക്കും 30 by 2 15 അല്ലെ? 15 വന്നു. പ്ലസ് 1 by 5 into 60. 1 by 5 into 60 എന്ന് പറയുമ്പോൾ 12. ഓക്കെ, അപ്പൊ 20 plus 15 plus 12 എന്ന് കിട്ടി. That is equal to എത്ര വരും? 35. 35 plus 10 45. 45 plus 2 47. അപ്പൊ 47 divided by 60. ഇത് ഏതാണ്? 1 by RP ആണ്. അപ്പൊ RP is equal to നമുക്ക് എങ്ങനെ എഴുതാം? Therefore, RP is equal to എന്തായിട്ട് വരാം? 60 divided by 47 ohm എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? If the combination is connected to a battery of EMF 20 volt, 20 volt EMF ഉള്ള ഒരു ബാറ്ററിയിലേക്ക് ഈ കോമ്പിനേഷൻ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഡിറ്റർമിൻ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ 3 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? 20 വോൾട്ട് ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ V is equal to I into R. V എത്രയാ? 20. 20 is equal to I into R1. ഫസ്റ്റ് വൺ ഏത് വരും? 3 അല്ലെ? അപ്പൊ I is equal to എത്ര എഴുതാം? 20 divided by 3. അത്രയും ആംപിയർ. ഓക്കെ, ഇനി 4 ഓമിലൂടെ ആണെങ്കിലോ 4 ഓമിന് അക്രോസ് ആയിട്ടും ഏത് വോൾട്ടേജ് തന്നെയാണ്? പാരലൽ കോമ്പിനേഷന് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 4 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും എത്ര തന്നെയാണ്? 20 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് കറണ്ട് എങ്ങനെ എഴുതാം? കറണ്ട് I is equal to അല്ലെ 20 divided by 4. That's equal to 5 ampere. ഇനി അടുത്തതോ 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും എന്ത് തന്നെയാണ്? 20 വോൾട്ട് ആണ്.
അപ്പൊ അവിടുത്തെ കറണ്ട് എത്രയായിട്ട് വരും? കറണ്ട് I is equal to 20 divided by 5. 20 by 5 is equal to എത്ര വരും? 4 ആംപിയർ. ഓക്കെ, അപ്പോ കറണ്ട് നമുക്ക് ഓരോ റെസിസ്റ്ററിലൂടെയും ഉള്ള കറണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കറണ്ടിന്റെ എന്ത് വരും? സം എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നുള്ള കറണ്ട് ആയിട്ട് എടുക്കാം അല്ലെ? ഈ EMF സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ട് ആണല്ലോ I എന്ന് പറയുന്നത്. ആ കറണ്ട് അല്ലേ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. 3 ഓമിലൂടെ 20/3, ഇതിലൂടെ എത്ര വരും? 5 ആംപിയർ, ഇതിലൂടെ 4 ആംപിയർ. ഓക്കെ, അപ്പൊ കറണ്ട് ത്രൂ ദ സർക്യൂട്ടിലൂടെ ഉള്ള കറണ്ട് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഇത് 3 കൂടെ ആഡ് ചെയ്തിട്ട് I എഴുതുക. അപ്പൊ 5 പ്ലസ് അല്ലെ 4 പ്ലസ് 20/3 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുമ്പോൾ എന്ത് വരും? 3 ഓമിലൂടെയും 4 ഓമിനും 5 ഓമിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര തന്നെയാണ്? അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ഇനി V is equal to I into R വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ റെസിസ്റ്റൻസ് അറിയാം, അപ്പൊ അതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ഏത് വെച്ച്? ഓംസ് ലോ വെച്ച്. V is equal to IR1 അല്ലെ? കണ്ടുപിടിക്കാം. V is equal to I1 into R1 അല്ലെ? I1 into R1 എടുക്കാം. അടുത്ത കേസിൽ V is equal to I2 into R2. അടുത്ത കേസിൽ V is equal to I3 into R3 എടുക്കാം. എന്നിട്ട് I1 കണ്ടുപിടിക്കുക, I2 കണ്ടുപിടിക്കുക, I3 കണ്ടുപിടിക്കുക. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? I1 plus I2 plus I3 അങ്ങനെയും ചോദിക്കാം. ഓക്കെ, fifth question. At room temperature, the resistance of a heating element is 100 ohm. അല്ലെ? റൂം ടെമ്പറേച്ചറിൽ ഒരു ഹീറ്റിംഗ് എലമെന്റിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ohm എന്ന് വന്നിട്ടുണ്ട്. What is the temperature of the element if the resistance is found to be 117 ohm? അല്ലെ? ഏത് ടെമ്പറേച്ചറിലാണ് അതിന്റെ റെസിസ്റ്റൻസ് 117 ഓമിലേക്കായി കൺവേർട്ട് ചെയ്ത് വരിക? Given the temperature coefficient of material of the wire is 1.7 into 10 raised to minus 4 degrees Celsius raised to minus 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ഓം റെസിസ്റ്റൻസ് ആണ്. ഈ 100 ഓം റെസിസ്റ്റൻസ് ഏത് ടെമ്പറേച്ചറിലാണ്? റൂം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 27 ഡിഗ്രി സെൽഷ്യസിലാണ് അത്. ഇനി ഏത് ടെമ്പറേച്ചറിലാണ്? T എന്ന് പറയുന്ന ഏതോ ഒരു ടെമ്പറേച്ചറിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്തിലേക്ക് കൂടി? 117 ആയിട്ട് എന്ത് ചെയ്തു? ഓമിലേക്ക് ഇൻക്രീസ് ചെയ്തു. ആ ടെമ്പറേച്ചർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. RT is equal to R0 into 1 plus alpha into T minus T0. ഇതാണ് നമ്മുടെ എന്ത് വരിക? ഇക്വേഷൻ. RT എന്ന് പറയുന്നത് ഏതോ T ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ T ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ് എത്ര എന്ന് പറയാം? 117. അപ്പൊ RT യുടെ വാല്യൂ നമുക്കറിയാം 117 ഈക്വൽ ടു R0 എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ്. അത് എത്രയാ തന്നിരിക്കുന്നത്? 100 ഇൻറ്റു 1 പ്ലസ് ആൽഫ. ആൽഫ വാല്യൂ തന്നിട്ടുണ്ട് 1.7 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. അപ്പൊ 1.7 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 ഇൻറ്റു T മൈനസ് T0. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 100നെ താഴേക്ക് കൊണ്ടുവരാം അല്ലെ? 117 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1 പ്ലസ് 1.7 into 10 raised to minus 4 into T minus T0. So 1.17 divided by 117 divided by 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1.17 equal to 1 plus 1.7 into 10 raised to minus 4 T minus T0. ഇനി ഈ 1നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. അപ്പൊ എത്രയാ വരിക? 1.17 minus 1 is equal to 1.7 into 10 raised to minus 4 into T minus T0. ഇത് എത്ര വരും? 1.17 minus 1 എന്ന് പറഞ്ഞാൽ പോയിന്റ് അല്ലെ? 0.17 equal to 1.7 into 10 raised to minus 4 into T minus T0 നമുക്ക് എഴുതാം അല്ലെ? അപ്പൊ T മൈനസ് T0 ഈക്വൽ ടു എത്ര വരും? 0.17 ഡിവൈഡഡ് ബൈ 1.7 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4.
ഓക്കെ, അപ്പൊ ടി മൈനസ് ടി സീറോ നമുക്കറിയാം. അപ്പൊ ടി മൈനസ് ടി സീറോ ഈക്വൽ ടു എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഓക്കെ, 10⁻⁻4 മേളിലേക്ക് വരുമ്പോ 10⁻+4 ആയിട്ടാണ് വരിക. അപ്പൊ 0.17 ഇൻറ്റു 10⁻+4 എന്ന് വന്നു, ഡിവൈഡഡ് ബൈ 1.7. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് എന്ത് എഴുതാം? 17 ഇൻറ്റു 10⁻2 എന്ന് എഴുതാലോ, ഡിവൈഡഡ് ബൈ 1.7. ഇത് എത്ര കട്ട് ചെയ്യും? 10 കട്ട് ചെയ്തു. അപ്പൊ അല്ലെ 10 ഇൻറ്റു 10⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000. അപ്പൊ ടി മൈനസ് ടി സീറോ എത്രയാണ്? 1000 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ടി സീറോ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ആണ്. അപ്പൊ എന്താ വരിക? ടി മൈനസ് ടി സീറോ റൂം ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 27 is equal to 1000. അപ്പൊ ടി is equal to 1027 മൈനസ് 27 അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോ പ്ലസ് 27 ആയി. അപ്പൊ ടെമ്പറേച്ചർ എത്രയെന്ന് കിട്ടി? 1027. അത്രയും എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് ഇക്വേഷൻ നമുക്കറിയാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ തെറ്റിക്കാണ്ട് ചെയ്യണം. പോയിന്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തെറ്റിപ്പോവരുത്. ഓക്കെ.